ഇന്റർവ്യൂ പ്രക്രിയയിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, തൊട്ട് പിന്നാലെ വരുന്ന ഇന്റർവ്യൂ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള അടുത്ത പടിയിലേക്ക് എങ്ങനെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് ആ ഇന്റർവ്യൂ പാനലിനെ തന്നെ ഗൈഡ് ചെയ്യാം, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അവരെ കൊണ്ട് എങ്ങനെ നമ്മളോട് ചോദിപ്പിക്കാം. സ്വാഗതം മറ്റൊരു ലേണിംഗ് എപ്പിസോഡിലേക്ക്. സെൽഫ് ഇൻട്രൊഡക്ഷന് 3 ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഒരു ഇൻട്രൊഡക്ഷൻ, അവിടെ നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ പറയും. രണ്ടാമത്തെ ഒരു ഭാഗത്ത് നമ്മൾ നമ്മുടെ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ റെക്കഗ്നീഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയും. കരിയർ ഒബ്ജക്റ്റീവിനെ കുറിച്ച് പറയും. മൂന്നാമത് നമ്മൾ അത് കൺക്ലൂഡ് ചെയ്യും. വളരെ നന്നായിട്ട് കൺക്ലൂഡ് ചെയ്യണം. കാരണം ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ലാസ്റ്റിംഗ് ഇംപ്രഷൻ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ അത് അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത പ്രക്രിയയിലേക്ക് അല്ലെങ്കിൽ അടുത്ത പടിയിലേക്ക് ഒരു തുമ്പ് ഇട്ടുകൊടുത്തുകൊണ്ട് വേണം നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ കൺക്ലൂഡ് ചെയ്യാൻ എന്ന് പറഞ്ഞിരുന്നു. ഒരിക്കൽ ഒരു ഇന്റർവ്യൂ പാനലിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ഇടവന്നപ്പോൾ, ഏത് തരം ചോദ്യങ്ങളാണ് താങ്കൾ ഒരു ഉദ്യോഗാർത്ഥിയോട് ചോദിക്കുക എന്ന് ഞാനൊരു കൗതുകത്തിന്റെ പേരിൽ ഞാൻ ചോദിച്ചു. എനിക്ക് കിട്ടിയ മറുപടി, ഞാൻ അങ്ങനെ ഒന്നും പ്രിപ്പയർ ചെയ്ത് പോവാറില്ല. ഉദ്യോഗാർത്ഥികളോട് ചോദിക്കാൻ ചോദ്യങ്ങളൊന്നും തയ്യാറാക്കി വെച്ച് ഞാൻ പോകാറില്ല. അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു ഹോംവർക്ക് ഒന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ അവിടെ പോയിരിക്കും, ആ ഉദ്യോഗാർത്ഥികൾ പറയുന്നത് എന്താണെന്ന് ഞാൻ കേൾക്കും, എന്നിട്ട് ആ വിവരങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി ഞാൻ ചോദിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ലീവ് എ ലീഡ് into the next process or next step of the interview എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി. അങ്ങനെ വരുന്ന പാനൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ റിക്രൂട്ടർ അല്ലെങ്കിൽ ഇന്റർവ്യൂവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു HR മാനേജറിന്റെ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നു. അവിടെ ചെന്നിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്, I understand I have to take an active role in the recruitment process, in the planning of various programs. I have to prove my skill as an organizer, and during my studenthood or when I was working in a particular firm, I was given recognition or people congratulated me or I got such an award for meritorious service in organizing a program, in planning a function, in designing a brochure, for selecting right candidates to my firm or as my subordinates or as my team members. So, I hope you will count all my past experiences, previous experiences, and consider myself as a worthy candidate to this particular post. എനിക്ക് ഒരു HR മാനേജർ എന്നുള്ള രീതിയിൽ സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുന്നതിൽ, അവരെ തിരഞ്ഞെടുത്ത ശേഷം അവർക്ക് ആവശ്യമായ ട്രെയിനിങ് പരിശീലനം കൊടുക്കുന്നതിൽ, ഇതാണ് ഇൻഡക്ഷൻ എന്ന് പറയും, കൊടുക്കുന്നതിൽ, പിന്നെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിൽ, പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുന്നതിൽ,
ഒക്കെ വളരെ സ്തുത്യർഹമായ സേവനത്തിന് എനിക്ക് പ്രശംസ ലഭിച്ചിട്ടുണ്ട്, ഇതിനു മുൻപ് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം താങ്കൾ പരിഗണനയിൽ എടുക്കുമെന്നും എന്നെ ഈ പോസ്റ്റിലേക്ക്, ഈ ഒരു പദവിയിലേക്ക് ഏറ്റവും യോഗ്യനായ വ്യക്തിയായിട്ട് കണ്ടെത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് when can I call you for a feedback? Or may I know when I will get a response from you? എനിക്ക് എപ്പോൾ താങ്കളിൽ നിന്നൊരു പ്രതികരണം പ്രതീക്ഷിക്കാനാവും? Or when should I call you back? ഞാൻ എപ്പോഴാണ് താങ്കളെ വിളിക്കേണ്ടത് to know the result of this interview? ഈ ഇന്റർവ്യൂ പ്രക്രിയയുടെ, ഈ അഭിമുഖത്തിന്റെ ഫലം അറിയാനായിട്ട് ഞാൻ താങ്കളെ എപ്പോഴാണ് വിളിക്കേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒക്കെ നമ്മൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്ത ചോദ്യം തീർച്ചയായിട്ടും ഒരു 90% അടുത്ത ചോദ്യം നമ്മൾ ഈ ഇട്ടുകൊടുക്കുന്ന തുമ്പിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും. താങ്കൾക്ക് പ്രശംസാപത്രങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരെണ്ണം സ്പെസിഫിക് ആയിട്ട് പറയാമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരാം. അല്ല എങ്കിൽ താങ്കൾ എന്തുകൊണ്ട് ഈ ജോലി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു? വൈ ഷുഡ് വി റിക്രൂട്ട് യു? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്റർവ്യൂവിൽ. അങ്ങനെ നമുക്ക് തീരുമാനിക്കാം നമ്മളോട് ചോദിക്കപ്പെടേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ്. അത് നമ്മുടെ മിടുക്കാണ്. അത് തന്നെയുമല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ആ ഒരു അഭിമുഖ പ്രക്രിയയിൽ നമ്മൾ കൂടുതൽ ഒരു ഈസ്, ഒരു എളുപ്പം നമുക്ക് തോന്നും, നമുക്ക് തന്നെ അനുഭവപ്പെടും. ഒരു അപരിചിതത്വത്തിന്റെ ആ ഒരു അന്തരീക്ഷം മാറും. കുറച്ചുകൂടി സമചിത്തതയോടുകൂടിയും കുറച്ചുകൂടി സുവ്യക്തമായിട്ടും കുറച്ചുകൂടി ആധികാരികതയോടുകൂടിയും കുറച്ചുകൂടി സ്വതന്ത്രമായിട്ടും തദ്വാര ഫലപ്രദമായിട്ടും നമുക്ക് ആ അഭിമുഖ പ്രക്രിയ തീർത്ത് മടങ്ങാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, when you conclude, put a lead into the next process or next step of the interview and then conclude. ഈ കൺക്ലൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡ് പാർട്ടിൽ എന്നതുപോലെ സാഹചര്യമനുസരിച്ച് മാറ്റമർഹിക്കുന്ന ഒന്നാണ്. ഞാൻ ഇപ്പോൾ വിശദമായിട്ട് പറഞ്ഞ കൺക്ലൂഷൻ ഒരു ഉദ്യോഗാർത്ഥിയായിട്ട് ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോഴുള്ളതാണ്. ഒരു ബിസിനസ് പാർട്ട്ണറിനെയാണ് മീറ്റ് ചെയ്യുന്നതെങ്കിലോ, നമ്മൾ നേരത്തെ കണ്ട അതേ ഉദാഹരണം, ബിസിനസ് പാർട്ട്ണറിനെ മീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ പോളിസികളെ കുറിച്ച് പറഞ്ഞു, വിഷനെ കുറിച്ച് പറഞ്ഞു, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു, സേവനങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഈ ക്ലയന്റിനോട് ഇനി അടുത്ത ഒരു തുമ്പ് നമ്മൾ എന്താണ് ഇട്ട് കൊടുക്കുക? നമ്മുടെ അടുത്ത മീറ്റിംഗ് എന്നായിരിക്കും സർ? താങ്കളുടെ സൗകര്യത്തിനനുസരിച്ച് അത് താങ്കൾക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ താങ്കൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ബിസിനസ് കാർഡ് എടുത്ത് കൊടുത്ത് ഒരു വാം ഷേക്ക് ഹാൻഡ് കൊടുത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ മുമ്പിലിരിക്കുന്ന ക്ലയന്റിന് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ കിട്ടുന്ന ഇംപ്രഷൻ സ്വാഭാവികമായിട്ടും ഐ ക്യാൻ കൗണ്ട് ഓൺ ദിസ് പെർട്ടിക്കുലർ ഫേം, ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ. ഫേം എന്നുള്ളതാണ് അവിടെ കൂടുതൽ ശരി. ഈ സ്ഥാപനത്തെ എനിക്ക് വിശ്വസിക്കാം, ഈ സ്ഥാപനത്തോട് എനിക്കിനി ഭാവിയിലും ഡീലിങ്സ് ആവാം എന്നുള്ളതാണ് അവിടെ കിട്ടുന്ന ഇംപ്രഷൻ. സ്ഥാപനം എന്നെടുത്ത് പറയുന്നത് ഒരു കമ്പനിയെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് നിങ്ങളൊരു ക്ലയന്റിനെ കാണുമ്പോൾ നിങ്ങൾ ആ സ്ഥാപനത്തിന്റെ മുഖമാണ്. ഒരു വ്യക്തി എന്നതല്ല, ഒരു സ്ഥാപനത്തെയാണ് നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അവിടെ ക്ലയന്റിന് കിട്ടുന്ന ഇംപ്രഷൻ എനിക്ക് ഈ ഡീലിംഗ് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതായിരിക്കും. ഇനി ഒരു പ്രസന്റേഷൻ ആണെങ്കിൽ ആ പ്രസന്റേഷൻ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മളെ കേൾക്കുന്നവരോട് പറയാം, നമ്മുടെ ഓഡിയൻസിനോട് പറയാം, നിങ്ങൾക്ക് ഞാൻ ഈ സംസാരിച്ച വിഷയത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സേവനം ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇതാ, എൻ്റെ ഇമെയിൽ അഡ്രസ് ഇതാ, അല്ലെങ്കിൽ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ വിഷയത്തെ പുരസ്കരിച്ചിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, അവയുടെ പേരുകൾ ഇന്നതൊക്കെയാണ്, ഇന്ന പ്രസിദ്ധീകരണശാലകളാണ് അതൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ കോപ്പികൾ വാങ്ങാം, എന്നെ ഫോണിൽ വിളിക്കാം, കൂടുതൽ വിശദീകരണങ്ങൾ തേടാം.
ഒരു പ്രസന്റേഷൻ പാതിയിൽ നിർത്തി അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും പ്രസന്റേഷൻ തുടങ്ങാനുള്ള സമയത്താണെങ്കിൽ നമുക്കത് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? നമ്മൾ പ്രസന്റേഷന്റെ പ്രധാന ഭാഗങ്ങൾ കഴിഞ്ഞു, തുടർന്ന് ഒരു ടീ ബ്രേക്ക് ആണ് അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്ക് ആണ്. അതിനുശേഷം നമ്മൾ കൂടുതൽ ചർച്ചകളിലേക്ക് പോകും. ആ ചർച്ചകളിൽ നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അടുത്തു വരുന്ന പ്രക്രിയ എന്താണ് എന്നൊരു ധാരണ കിട്ടുക മാത്രമല്ല, കേട്ടിരിക്കുന്നവർക്ക് ആ ചർച്ചയിലേക്ക് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്ത് തയ്യാറെടുത്ത് പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറെടുത്ത് വരാനും സാധിക്കും. അപ്പോൾ വെൻ യു കൺക്ലൂഡ്, ചുരുക്കത്തിൽ നിങ്ങൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉപസംഹരിക്കുമ്പോൾ സന്ദർഭത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി തുടർ പ്രക്രിയയിലേക്ക് ഒരു തുമ്പ് ബാക്കി വെച്ച് ആ പ്രക്രിയയെ നിങ്ങൾക്ക് ഫേവറബിൾ ആക്കി, നമുക്ക് അനുകൂലമാക്കി മാറ്റി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. Because as I told you earlier, last impression is always, must be, not is always, it must always be the lasting impression. Thank you.